ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ഗിർലയുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഗിർല ബ്രേക്ക് ഡൗൺ ആയി പോയി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മളൊരിക്കലും റോയൽ എൻഫീൽഡ് കമ്പനിയോ അല്ല വണ്ടിയെ കുറ്റപ്പെടുത്തിയല്ല. വണ്ടികളാകുമ്പോൾ കംപ്ലൈൻറ്റുകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ട്. ഒരിക്കലും വണ്ടികളെ കുറ്റപ്പെടുത്തിയല്ല, നമ്മൾ റോയൽ എൻഫീൽഡ് കമ്പനിയെ കുറ്റപ്പെടുത്തിയല്ല വീഡിയോ ഇട്ടത്. നമ്മുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ഷോറൂമിൽ നിന്ന് നമുക്ക് കിട്ടിയ അനുഭവം, ഷോറൂമിൽ നിന്ന് സർവീസ് എഞ്ചിനീയറിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം മാത്രമാണ് നിങ്ങളോട് പങ്കുവെച്ചത്. അവരുള്ള സർവീസ് അവർ തന്നില്ല, അത് കിട്ടിയില്ല. അപ്പം ഞാൻ ഇപ്പം പറയാൻ വന്നത് ആ വിഷയമല്ല, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. ഇപ്പം ഞാൻ പറയാൻ വന്നൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗിർലയിൽ എനിക്കൊരു കംപ്ലൈൻറ്റ് കിട്ടി. അപ്പോൾ അത് നിങ്ങൾക്കും ആ കംപ്ലൈൻറ്റ് നിങ്ങളുടെ വണ്ടികളിലും ഉണ്ടോ അല്ല ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് ആദ്യം ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ തന്നെ ഗിർലയുടെ ഒരു കംപ്ലൈൻറ്റ് പറയാനായിട്ട് വന്നതാണ്. ഈ ഗിർലയുടെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെട്രോൾ പ്ലേറ്റ് കണ്ടോ, ഇതിനകത്ത് കണ്ട ഈ സ്ക്രാച്ച് പോലെ വീണിരിക്കുന്നുണ്ടോ. ഇത് നല്ല ഫിനിഷിങ്ങിൽ വരണ്ടേ, പുതിയ വണ്ടിയാണ്. നമ്മൾ ഈ വണ്ടി വാങ്ങിയിട്ട് ഒരു മാസം ആകുന്നുള്ളൂ, എന്നാൽ ഒരു 500 കിലോമീറ്റർ മേളിൽ ഓടിയിട്ടുമില്ല. അപ്പോൾ ഇതേ സെയിം കംപ്ലൈൻ്റ് ആയിട്ട് വേറെ വണ്ടിയിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. പുതിയ വണ്ടി, അതായത് ഡിസ്കിൻ്റെ പ്ലേറ്റ് ബെൻഡായി ഓവറായിട്ട് ഹീറ്റ് ആകുന്നു. ഇത് കുറച്ച് ഓടുമ്പം തന്നെ ഇത് നല്ലപോലെ പഴുക്കുവാണ്, ഓവറായിട്ട് ഹീറ്റ് ആകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ പാഡ്, അതായത് വീല് ഫ്രീ ആണ്, ഇത് വീല് നല്ല പക്ക ഫ്രീ ആണ്, ഉറച്ചിലൊന്നുമില്ല. പക്ഷേ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ബ്രേക്ക് പാഡിനകത്ത് മെറ്റൽ കണ്ടൻറ്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ കംപ്ലൈൻറ്റ് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഇത് നമ്മൾ ഷോറൂമിൽ കാണിക്കാതിരിക്കുകയാണ്, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നില്ല. ഇതെന്താ കംപ്ലൈൻറ്റ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേ. അത് യൂസ് ചെയ്തിരിക്കുന്ന ബ്രേക്ക് പാഡിന് പ്രോബ്ലം ഉണ്ട്, അതാണ് എനിക്ക് കിട്ടിയ ഒരു കംപ്ലൈൻറ്റ്. ആ ബ്രേക്ക് പാഡിനകത്ത് മെറ്റൽ കണ്ടന്റ് കൂടുതലാണെന്നാണ് തോന്നുന്നത്. ഒരു മെറ്റലും കൂടെ പിടിച്ചാൽ, അതായത് അതിശക്തമായി പിടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്, അതാണ് അവിടെ സംഭവിക്കുന്നത്. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രേക്ക് പാഡ് അത് തേഞ്ഞു മാറുന്നില്ല. അതൊരു മെറ്റൽ പോലെ തന്നെ നിന്നിട്ട്, നമ്മുടെ പെട്രോൾ പ്ലേറ്റും മെറ്റലാണ്, അതിലെ രണ്ടും കൂടെ ടൈറ്റ് ആയിട്ട് അതിശക്തമായി നമ്മൾ ബ്രേക്ക് എത്രത്തോളം അപ്ലൈ ചെയ്യുന്നു അത്രയും നേരം അത് പഴുത്ത് നല്ല രീതിയിൽ, നമ്മൾ എത്ര സ്പീഡിലാണ് പോകുമ്പോൾ നമ്മൾ ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുക എത്രത്തോളം നമ്മളൊരു ഗ്രൈൻഡർ മെഷീനിൽ ഒരു സാധനത്തെ നമ്മൾ വെച്ച് ഗ്രൈൻഡ് ചെയ്യുന്ന ആ അവസ്ഥയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആ പെട്രോൾ പ്ലേറ്റിന് ആ ഒരു ഫിനിഷിങ് വരാതെ ഒരു ലൈൻ പോലെ അതിൽ വന്നിരിക്കുന്നത്. എനിക്ക് കിട്ടിയൊരു കംപ്ലൈന്റ് ആണത്. ഒരു ഡോക്ടർ യഥാർത്ഥ രോഗം കണ്ടുപിടിച്ച് അത് ചികിത്സിക്കുമ്പോഴാണ് ആ രോഗത്തിന് ശമനം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് വാഹനങ്ങളുടെ കംപ്ലൈന്റ്. യഥാർത്ഥ കംപ്ലൈന്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നതാണ് ഒരു മെക്കാനിക്കിന്റെ ഏറ്റവും വലിയ കാര്യം.